സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ട്രംപിനെ വിറപ്പിച്ച് ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് കുതിക്കുകയാണ് സൊഹ്റാൻ മംദാനി. ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയും വിദ്വേഷമടക്കമുള്ള എല്ലാ ആയുധങ്ങളും എടുത്തു പ്രയോഗിച്ചിട്ടും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയും പലസ്തീൻ അനുകൂലിയും സോഷ്യലിസ്റ്റുമായ മംദാനിയുടെ കുതിപ്പിന് കടിഞ്ഞാണിടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും പുതിയ സർവേകളും തെളിയിക്കുന്നത്. എല്ലാ സംവാദങ്ങളിലും എതിരാളികളെ കൃത്യമായി നിലപാടുകൾ കൊണ്ട് മലർത്തിയടിച്ചാണ് മംദാനിയുടെ കുതിപ്പ്. അടുത്ത മാസം 4-നാണ് ലോകമാകെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പ്. പക്ഷേ വോട്ടെടുപ്പ് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു നഗരത്തിന്റെ മേയർ തെരഞ്ഞെടുപ്പിന് ഇത്രയധികം പ്രാധാന്യം വന്നതിന് കാരണവും അവിടെ സൊഹ്റാൻ മംദാനിയെ പോലെ ഒരാൾ മത്സരിക്കുന്നു എന്നതാണ്. ട്രംപിനെ മാത്രമല്ല, മോദിയുടെയും നെതന്യാഹുവിന്റെയും കടുത്ത വിമർശകനാണ് മംദാനി. ദീപാവലി ദിവസം മോദിയെ ഇന്ത്യയുടെ ബഹുസ്വരത ഓർമ്മിപ്പിച്ച മംദാനിയുടെ വാക്കുകൾ വളരെയേറെ ശ്രദ്ധ നേടിയിരുന്നു. ട്രംപിന്റെ മൂക്കിന് താഴെ ട്രംപ് തന്നെ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ച മുസ്ലിമായ മേയർ വരുമോ ഇല്ലയോ എന്നത് തന്നെയാണ് ആകാംക്ഷ. മംദാനിയുടെ സാധ്യതകളിലൂടെയും നിലപാടുകളിലൂടെയും ന്യൂയോർക്കിലെ ജനങ്ങളുടെ മനസ്സിലൂടെയും കടന്നു പോവുകയാണ് ഈ വീഡിയോ. ന്യൂയോർക്കുകാരെ സംബന്ധിച്ചിടത്തോളം മംദാനി വളരെ ഐഡിയലായ ഒരു വ്യക്തിത്വമാണ്. തങ്ങൾക്ക് വേണ്ടി നിരന്തരം ശബ്ദമുയർത്തുന്ന, മുന്നിൽ നിന്ന് പ്രതിഷേധം നടത്തുന്ന ഊർജ്ജസ്വലതയുള്ള നേതാവ്. എല്ലാ കാര്യങ്ങളിലും സ്വന്തം അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്ന, ആ അഭിപ്രായങ്ങളിൽ ക്ലാരിറ്റിയുള്ള നേതാവ്. ലോകത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമാണ് ന്യൂയോർക്ക് എങ്കിലും സമ്പന്നരെക്കാളും അവിടെ ഇടത്തരം ജനവിഭാഗങ്ങളും സാധാരണക്കാരും തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. വളരെയേറെ സാംസ്കാരികമായ പാരമ്പര്യവുമുള്ള നഗരമാണ്. ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിക്ക് വലിയ സ്വാധീനമുള്ള മേഖലയുമാണ്. ഇതെല്ലാം കൊണ്ട് തന്നെ ട്രംപിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്ന നഗരവുമാണ് ന്യൂയോർക്ക്. ട്രംപിനെതിരെ നടന്ന നോ കിങ്സ് പ്രതിഷേധത്തിൽ വലിയ ജനപങ്കാളിത്തമാണ് ന്യൂയോർക്ക് നഗരത്തിലുണ്ടായത്. നോ കിങ്സ് പ്രതിഷേധത്തിനിടയിലും സൊഹ്റാൻ മംദാനിക്ക് വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നു എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ട്രംപിന്റെ ജനവിരുദ്ധ നയങ്ങളെ തടയുന്ന രക്ഷകനായി മംദാനിയെ ന്യൂയോർക്കുകാർ കാണുന്നു എന്നതാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ മംദാനി തെരഞ്ഞെടുക്കപ്പെടാതിരിക്കാൻ പല രീതിയിലുള്ള ഭീഷണികൾ ട്രംപ് ഇപ്പോഴും മുഴക്കുന്നുണ്ട്. ന്യൂയോർക്കിനുള്ള ഫണ്ട് തടയുമെന്നും ന്യൂയോർക്കിൽ നാഷണൽ ഗാർഡിനെ വിന്യസിച്ച് നിയന്ത്രണം പിടിക്കും എന്നുമൊക്കെയാണ് ട്രംപിന്റെ ഭീഷണി. അതായത് മംദാനിയെയും ന്യൂയോർക്കിലെ ജനങ്ങളെയും കൈകാര്യം ചെയ്യുമെന്നാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയുടെ പ്രസിഡന്റിന്റെ ഭീഷണി. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മേയർ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ മംദാനിയെ വലിയ രീതിയിൽ ആക്ഷേപിക്കുകയാണ് ട്രംപ് ചെയ്തത്. നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ, തലതിരിഞ്ഞവൻ എന്നൊക്കെ മംദാനിയെ വിളിച്ചു. ന്യൂയോർക്കിന് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ആവശ്യമില്ലെന്ന് ട്രംപ് തുറന്നടിച്ചു. ന്യൂയോർക്കിനെ ഭരിക്കാനുള്ള ശക്തി വൈറ്റ് ഹൗസിനുണ്ട് എന്നും ട്രംപ് അന്ന് പറഞ്ഞിരുന്നു. മംദാനിയുടെ രൂപത്തെയും സംസാര രീതിയെയും വംശത്തെയും വരെ ട്രംപ് ആക്ഷേപിച്ചിരുന്നു. താൻ പോരാടുന്നത് ട്രംപിനെ പോലെയുള്ളവർ വഞ്ചിച്ച സാധാരണക്കാർക്ക് വേണ്ടിയാണ് എന്നായിരുന്നു മംദാനിയുടെ അല്ലെങ്കിൽ ട്രംപിനുള്ള വായടപ്പിക്കുന്ന മറുപടി. അതായത് മംദാനിയെ കമ്മ്യൂണിസ്റ്റ് എന്നും തീവ്ര ഇടതുപക്ഷക്കാരനെന്നും വിളിച്ച് ന്യൂയോർക്കിലെ യാഥാസ്ഥിതികരായ വോട്ടർമാരെ സ്വാധീനിക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. മംദാനിയുടെ മുസ്ലിം ഐഡന്റിറ്റിയെയും പലസ്തീൻ അനുകൂല നിലപാടുകളെയും എതിരാളികൾ ഇതുപോലെ പ്രചാരണ ആയുധമാക്കിയിരുന്നു, അല്ലെങ്കിൽ വിദ്വേഷം വാരി വിതറിയിരുന്നു. വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രചാരണമാണ് മംദാനിക്കെതിരെ അഴിച്ചുവിട്ടത്. നെതന്യാഹുവിന്റെ കടുത്ത വിമർശകനായ മംദാനി അതിതീവ്രവാദിയാണ് എന്ന് പറഞ്ഞ് ന്യൂയോർക്കിലെ ജൂത സമൂഹത്തിൽ ആശങ്ക സൃഷ്ടിക്കാനും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കൾ, അതായത് ട്രംപിന്റെ പാർട്ടി നേതാക്കൾ ശ്രമിച്ചു. എന്നാൽ താൻ എല്ലാ ന്യൂയോർക്കുകാരുടെയും മേയർ ആയിരിക്കുമെന്നാണ് മംദാനി അതിന് നൽകിയ മറുപടി. ജൂത വോട്ടർമാർ ഉൾപ്പെടെ എല്ലാവർക്കും സുരക്ഷിതമായ ഒരു നഗരം ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം അടിസ്ഥാന വിഷയങ്ങളിൽ ഊന്നിയുള്ള പ്രചാരണങ്ങളിലൂടെ വിദ്വേഷ പ്രചാരണങ്ങളെ മികച്ച രീതിയിൽ മറികടക്കാൻ മംദാനിക്ക് കഴിഞ്ഞുവെന്നാണ് അവസാന സർവേകളും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എതിരാളികളുടെ പ്രചാരണങ്ങളെയും ട്രംപിന്റെ ഭീഷണികളെയും വകവയ്ക്കാതെ വലിയ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ മംദാനിയെ നോക്കിക്കാണുന്നത്, പ്രത്യേകിച്ചും കുടിയേറ്റ സമൂഹം. ഇപ്പോൾ ന്യൂയോർക്ക് നഗരം നേരിടുന്ന ഏറ്റവും വലിയ മാനുഷിക പ്രതിസന്ധികളിലൊന്നാണ് കുടിയേറ്റക്കാർക്കെതിരായ ട്രംപ് ഭരണകൂടത്തിന്റെ നടപടി. വർഷങ്ങളായി ന്യൂയോർക്കിൽ താമസിച്ച് ജോലി ചെയ്തു വരുന്നവരെ കുടിയേറ്റക്കാരെന്ന പേരിൽ പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കുകയും പിന്നീട് നാടുകടത്തുകയുമാണ് ട്രംപ് ഭരണകൂടം ചെയ്യുന്നത്. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് എന്ന ICE ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ട്രംപിന്റെ നാടുകടത്തൽ നയങ്ങൾക്കെതിരെ തെരുവിൽ സമരം നടത്തിയ ആളാണ് മംദാനി. അവസാന സംവാദത്തിലും മംദാനി ICEക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. അദ്ദേഹം മേയർ ആകുന്നതോടെ ICE നിയന്ത്രിക്കുമെന്നാണ് കുടിയേറ്റക്കാരെല്ലാം പ്രതീക്ഷിക്കുന്നത്. അത് മംദാനിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനവുമാണ്.
എന്നാൽ ICA തടഞ്ഞാൽ, അതായത് കുടിയേറ്റക്കാർക്കെതിരായ നടപടിയെ തടഞ്ഞാൽ മംദാനി അറസ്റ്റ് ചെയ്യുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ മംദാനി എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതും ആകാംക്ഷയാണ്. ന്യൂയോർക്ക് പോലീസ് വംശീയമായി പെരുമാറുന്നു എന്നത് ഒരുപാട് നാളായുള്ള ആക്ഷേപമാണ്. കറുത്ത വർഗ്ഗക്കാരെയും ഏഷ്യൻ വംശജരെയും കേസിൽപ്പെടുത്തുന്നു എന്നും വ്യാപക പരാതിയുണ്ട്. മേയറിന്റെ കീഴിലാണ് NYPD എന്നറിയപ്പെടുന്ന ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത് എങ്കിലും പലപ്പോഴും ഇവർ ഈ പോലീസ് സമൂഹം പെന്റഗണിനോട്, അതായത് ട്രംപ് ഭരണകൂടത്തോട് ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് സ്വീകരിക്കാറുള്ളത്. അതെല്ലാം മംദാനി എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. മംദാനിയുടെ മേയർ സ്ഥാനത്തേക്കുള്ള സാധ്യതകളിലേക്ക് നമ്മൾ പോയാൽ എതിരാളികളെക്കാൾ അഭിപ്രായ സർവേകളിൽ വളരെയേറെ മുന്നിലാണ് അദ്ദേഹം. സെപ്റ്റംബറിൽ പ്രസിദ്ധീകരിച്ച കിനിപ്പിയാക്ക് യൂണിവേഴ്സിറ്റി പോൾ പ്രകാരം മംദാനിക്ക് 22 പോയിന്റിന്റെ വ്യക്തമായ ലീഡുണ്ട്. ന്യൂയോർക്ക് ടൈംസ് സീന പോളിലും അദ്ദേഹം തന്നെയാണ് മുന്നിൽ. കുടിയേറ്റ വിഷയത്തിനൊപ്പം ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് മംദാനി ഊന്നൽ നൽകി അതിന് ജനങ്ങൾക്ക് കൂടി ബോധ്യമാകുന്ന പരിഹാരം മുന്നോട്ട് വെച്ചുള്ള പ്രചാരണവും നടത്തി. ശക്തമായ സാമൂഹ്യ മാധ്യമ തന്ത്രങ്ങളിലൂടെ മംദാനി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. ഇതിലൂടെ വിദ്വേഷ പ്രചാരണങ്ങളെ അദ്ദേഹം തവിടുപൊടിയാക്കി. മംദാനിയുടെ പ്രചാരണം പ്രധാനമായും ന്യൂയോർക്കിലെ പൗരന്മാരുടെ ജീവിത ചെലവ് കുറയ്ക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. വലിയ തോതിൽ കെട്ടിട വാടക നൽകേണ്ടി വരുന്ന നഗരമാണ് ന്യൂയോർക്ക്. വീട്ടുവാടകയിൽ വൻതോതിൽ വെട്ടിക്കുറയ്ക്കലുകൾ കൊണ്ടുവരുമെന്നതാണ് മംദാനിയുടെ വാഗ്ദാനം. മറ്റൊന്ന്, 2030 ആകുമ്പോഴേക്കും ന്യൂയോർക്ക് നഗരത്തിലെ മിനിമം വേതനം മണിക്കൂറിന് $30 ആക്കി ഉയർത്തും എന്നതാണ്. പൊതുഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ബസ് യാത്ര സൗജന്യമാക്കാനും മംദാനി പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നു. കൂടാതെ സർക്കാർ സേവനങ്ങൾ വിപുലീകരിക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകുന്നു. അതായത് തീർത്തും ട്രംപ് ഭരണകൂടത്തിന് വിരുദ്ധമായി, തീർത്തും സോഷ്യലിസ്റ്റായ ആശയങ്ങൾ തന്നെയാണ് മംദാനി മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണാം. തൻ്റെ വാഗ്ദാനങ്ങളും അതിൻ്റെ പ്രാധാന്യവും വിവരിക്കുന്ന ചെറുതും ആകർഷകവുമായ വീഡിയോകൾ സോഷ്യൽ മീഡിയകൾ വഴി ജനങ്ങളിലേക്ക് എത്തിക്കാനും മംദാനിക്ക് കഴിഞ്ഞു. അതുവഴി യുവ വോട്ടർമാരെയും പുരോഗമന ചിന്താഗതിക്കാരെയും മംദാനി വലിയ തോതിൽ ആകർഷിച്ചു. യുവ വോട്ടർമാരിൽ ഭൂരിഭാഗവും പലസ്തീൻ അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് പല സർവേകളും തെളിയിച്ചതുമാണ്. ഇതും മംദാനിയുടെ പ്രചാരണത്തിന് ഗുണം ചെയ്തു. ജൂണിൽ നടന്ന ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ മുൻ ഗവർണർ ഒപ്പം പ്രമുഖ നേതാവുമായ ആൻഡ്രൂ കുവാമോയെ തോൽപ്പിച്ചാണ് മംദാനി അമേരിക്കൻ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ, അല്ലെങ്കിൽ അവിടുത്തെ പ്രവചനങ്ങളേക്ക് ഞെട്ടിച്ചത്. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കുവാമോയെ പിന്നിലാക്കിയ മംദാനി റാങ്ക്ഡ് ചോയ്സ് വോട്ടിംഗ് രീതിയിൽ 56% വോട്ട് നേടി വിജയം ഉറപ്പിക്കുകയായിരുന്നു. ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ മംദാനി തോൽപ്പിച്ച കുവാമോ പാർട്ടി വിട്ട് സ്വതന്ത്രനായി മേയർ സ്ഥാനത്തേക്ക് ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് മംദാനിയുടെ പ്രധാന എതിരാളിയും. പിന്നെ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായ കാട്രിസ് ലിവയും മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് നാളത്തെ രാഷ്ട്രീയ പരിചയമുള്ള ഇരുവരെയും ബഹുദൂരം പിന്നിലാക്കിയാണ് മംദാനി അഭിപ്രായ സർവേകളിൽ മുന്നേറിയത്. 2020 മുതൽ ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലി അംഗവുമാണ് മംദാനി. ആ അനുഭവ പരിചയമാണ് മംദാനിയുടെ ഒരു കരുത്ത്. രാഷ്ട്രീയ വിമർശനങ്ങളെയും വ്യക്തിപരമായ ആക്രമണങ്ങളെയും അതിജീവിച്ച് താൻ മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങളിലും കാഴ്ചപ്പാടുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മംദാനിക്ക് പ്രചാരണത്തിലുടനീളം കഴിഞ്ഞു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം വിലയിരുത്തുന്നത്. ഇത് വോട്ടർമാർക്കിടയിൽ അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയും കൂട്ടി. മംദാനി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ന്യൂയോർക്കിലെ ആദ്യത്തെ മുസ്ലിം മേയറും ആഫ്രിക്കയിൽ ജനിച്ച ആദ്യത്തെ മേയറും ദക്ഷിണേഷ്യൻ വംശജനായ ആദ്യത്തെ മേയറുമായിരിക്കും. മംദാനിയുടെ പിതാവ് പ്രമുഖ പണ്ഡിതനും എഴുത്തുകാരനുമായ മെഹ്മൂദ് മംദാനി, മാതാവ് ഇന്ത്യൻ വംശജയായ ചലച്ചിത്ര സംവിധായിക മീര നായരുമാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ തന്നെ കുടില തന്ത്രങ്ങളെ മറികടന്ന് മംദാനി ന്യൂയോർക്ക് മേയറായാൽ അത് ഒരു സാധാരണ തെരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ല എന്ന് ഓർക്കുക, മറിച്ച് ഒരു ചെറുത്തുനിൽപ്പ് കൂടിയാണ്. ട്രംപിന്റെ കാടൻ നയങ്ങൾക്കെതിരായ ന്യൂയോർക്ക് ജനതയുടെ മധുരമായ പ്രതികാരവുമാണ്. മാത്രമല്ല അമേരിക്കൻ രാഷ്ട്രീയത്തിലെ പുതുതലമുറയുടെയും പുരോഗമനപരമായ ആശയങ്ങളുടെയും ഉയർച്ചയായും അതിനെ നമുക്ക് വിലയിരുത്താം, അല്ലെങ്കിൽ അതാണ് എന്ന് നമുക്കതിനെ നോക്കിക്കാണാം. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ചാനലിലോ ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.